ഇപ്പോൾ അവിടെ ആർമി ആ സ്പോട്ടിൽ, അതായത് ഈ അപകടം സംഭവിച്ച മേഖലയിൽ കരസേനയുടെ ഒരു സംഘം എത്തി തുടർ പരിശോധനകളുമൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ അവരുടെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെ അടങ്ങുന്ന ഒരു സംഘത്തെ അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരൊക്കെ അവർ ഈ ഹോസ്റ്റലിൽ പരിക്കേറ്റ കുട്ടികൾക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിനും ആ ഹോസ്റ്റലിൽ പരിശോധന നടത്തുന്നതിനുമൊക്കെയാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവിടെയും നമ്മൾ കരുതിയതിനേക്കാൾ വലിയ നാശനഷ്ടം ആ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിനുണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അവിടെ ആ കെട്ടിടത്തിന് വലിയ തകരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയും നമ്മളെ സങ്കടപ്പെടുത്തുന്ന വിവരം തന്നെയാണ്. 5 കുട്ടികൾ, ജൂനിയർ ഡോക്ടേഴ്സാണ് മരിച്ചത്. അവിടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള ചികിത്സയ്ക്കും മറ്റുമായി അവിടെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇനിയും നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നതാണ്. അപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് ഇത്രയും ദീർഘമായി ഫ്ലൈ ചെയ്യേണ്ട ഒരു വിമാനം അത് പറന്നുയർന്നതിന് ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ, 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ തന്നെയാണ് അതിന് ഈ ദുരന്തത്തെ മുഖാമുഖം കാണേണ്ടി വരികയും അപകടത്തിൽപ്പെടുകയും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ അപകടം സംഭവിച്ചു എന്നാണ് ഇനി അറിയേണ്ടത്. വിമാനത്തിൻ്റെ സാങ്കേതിക പ്രശ്നം, സാങ്കേതിക തടസ്സം അല്ലെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്നതാണ് ഈ ഘട്ടത്തിൽ എല്ലാവരും പറയുന്നത്. പക്ഷേ അതിന് ഈ വിമാനത്തിലെ വോയിസ് ഡാറ്റ റെക്കോർഡർ അടക്കം അല്ലെങ്കിൽ കോക്ക്പിറ്റ് റെക്കോർഡർ അടക്കം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതിന് തകരാറ് സംഭവിച്ചിട്ടില്ല. സാധാരണ വിമാനത്തിൻ്റെ ഏറ്റവും പിൻഭാഗത്താണ് അത് ഉണ്ടാവുക. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ വിമാനത്തിൻ്റെ പിൻഭാഗം ആ ഹോസ്റ്റൽ കെട്ടിടത്തോട് ചേർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലെ അത്തരം ഡേറ്റ റെക്കോർഡഡ് സാങ്കേതിക സംവിധാനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതുണ്ട്. അതിൽ ഒരു പക്ഷേ പൈലറ്റിൻ്റെ അവസാന സന്ദേശവും എന്താണ് ഇതിന് സംഭവിച്ചതെന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിൽ നിന്ന് ഡീകോഡ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് സാങ്കേതിക വിദഗ്ധരും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും ഒക്കെ കരുതുന്നത്. ഇനി അതിലാണ് നമുക്ക് ഇതിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ കഴിയുന്നത്. ആ രേഖകൾ, ആ ഡിജിറ്റൽ ഡോക്യുമെൻറ്റും മറ്റു വിശദാംശങ്ങളും പരിശോധിക്കുമ്പോൾ മാത്രമാണ്. കരസേനയുടെ 130 അംഗ സംഘമാണ് അഹമ്മദാബാദിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവരവിടെ അവരുടെ ഈ പറയുന്ന ഒരു സ്റ്റാൻഡ് ബൈ എന്ന നിലയിൽ അവിടുത്തെ സിവിൽ സംവിധാനങ്ങൾക്ക്, ഏജൻസികൾക്ക് ഒരു സ്റ്റാൻഡ് ബൈ എന്ന നിലയിൽ അവരവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. പക്ഷേ ഈ പരിക്കേറ്റ ചികിത്സ നൽകുക എന്നതാണ് അതിൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർക്ക് ചെയ്യാൻ കഴിയുക. എന്തായാലും ഈ വിമാനത്തിലുള്ളവർക്ക് അത്തരം നിർഭാഗ്യവശാൽ ആ മുഴുവൻ ആളുകളെയും നമുക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് ഏറെക്കുറെ സ്ഥിരീകരിച്ച വിവരം. ഇനി ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികളിൽ ഗുരുതരമായൊക്കെ പരിക്കേറ്റവരുണ്ട്. അവർക്ക് വേണ്ടുന്ന ചികിത്സയും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുകയാണ് ഈ ഘട്ടത്തിൽ അവിടെ ചെയ്യുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിന് ഈ ആർമി ഉദ്യോഗസ്ഥരുടെ സേവനം കൂടി ഉപയോഗിക്കാൻ കഴിയും എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ ബോയിങ് കമ്പനി അവർ ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നതിൽ അവരൊരു വിശദീകരണത്തിന് ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു എന്ന് മാത്രമാണ് അവരും പറയുന്നത്. അവരുടെ വിമാനങ്ങളുടെ കാര്യത്തിൽ ഇത് സാങ്കേതിക സംവിധാനങ്ങളൊക്കെ കൂടിയ ഒരു വിമാനമാണ്, ആ ശ്രേണിയിൽപ്പെട്ട വിമാനമാണ്. അപകടങ്ങളെ തരണം ചെയ്യാൻ, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അതിനെ തരണം ചെയ്യാൻ സാങ്കേതിക സൗകര്യങ്ങളുള്ള വിമാനമാണ് എന്ന് പറയുന്നു. കാലപ്പഴക്കത്തിൻ്റെ കാര്യത്തിൽ 10-11 വർഷമാണ് ഈ വിമാനം അതിൻ്റെ സർവീസ് തുടങ്ങിയിട്ട്. അങ്ങനെ കാലപ്പഴക്കവുമില്ല. പിന്നീട് എന്തു സംഭവിച്ചു എന്നതാണ് ഇനി അറിയേണ്ടത്. അതിന് വളരെ വിശദമായ സാങ്കേതിക വിദഗ്ധരടങ്ങിയ സംഘത്തിൻ്റെ വളരെ വിശദമായ ഒരു അന്വേഷണം, ഒരു പരിശോധന അനിവാര്യമാണ്. അതിനുശേഷം മാത്രമേ ഒരു നിഗമനത്തിൽ എത്താൻ കഴിയൂ. എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്നത് ആ അപകടത്തിൽ ഉണ്ടായിരുന്ന, ആ വിമാനത്തിലുണ്ടായിരുന്ന 242 പേരും 230 യാത്രക്കാരും 12 വിമാന ജീവനക്കാരും, പൈലറ്റ്, കോ പൈലറ്റ് അടക്കം ക്യാബിൻ ക്രൂ അടക്കം 242 പേരും മരിച്ചു എന്നത് സ്ഥിരീകരിക്കുന്നത് അഹമ്മദാബാദ് സിറ്റി പോലീസ് കമ്മീഷണറാണ്. ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി വിജയ് റൂപാണിയും ആ വിമാനത്തിലുണ്ടായിരുന്നു. അദ്ദേഹവും ആ അപകടത്തിൽ അതിജീവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ രാജ്യം കണ്ട ഏറ്റവും വലിയ ആകാശ ദുരന്തമായി അഹമ്മദാബാദിലെ ഈ വിമാന അപകടം മാറുകയാണ്. അതിൻ്റെ എന്താണ് അതിൽ സംഭവിച്ചത് എന്നതിലാണ് ഇനി നമുക്ക് മറുപടി വേണ്ടത്. അതിൽ അന്വേഷണം പ്രാരംഭഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.